ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യന്റെ മനസ്സിനെ തളർത്തുന്ന, അവനെ ബേജാറിൻ്റെ കുഴികളിൽ വീഴ്ത്തുന്ന, അവന് എപ്പോഴും അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന കാരണങ്ങളായി നാം 3 കാരണങ്ങൾ പറഞ്ഞു. അതിനുള്ള പരിഹാരങ്ങളും പറഞ്ഞു. ഒന്നാമതായി മനുഷ്യനിലെ ആർത്തിയെക്കുറിച്ച് പറഞ്ഞു. സമൂഹത്തിലെ ഭൂരിഭാഗവും തീ തിന്ന് ജീവിക്കുന്നത് അവരുടെ അനാവശ്യ ആഗ്രഹങ്ങളും ആർത്തിയും കാരണമായിട്ടാണ്. അതിനെന്താണ് മരുന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമതായി മനുഷ്യന്റെ ചിന്തയിൽ ഉദിക്കുന്ന ആശങ്കകൾ, ഭയങ്ങൾ, ഭീതികൾ. ഈ ഭീതികൾ മനുഷ്യന്റെ ഉറക്കം കെടുത്തും, ഊണ് നഷ്ടപ്പെടുത്തും, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് നഷ്ടമാക്കും. ഇത്തരത്തിലുള്ള ആശങ്കകളിൽ നിന്ന്, ഭയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനം സിദ്ധിക്കാൻ എന്താണ് മാർഗം, അതിനെന്താണ് മരുന്ന്, അതും പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി ഏതാനും ആഴ്ചകളായിട്ട് നാം പറയുന്നത് മനുഷ്യ മനസ്സിനകത്തുള്ള കൂരിരുട്ട്, അജ്ഞതയുടെ അന്ധകാരം, ഹൃദയത്തിനകത്തുള്ള കൂരിരുട്ട്, അത് മനുഷ്യനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്ന ഒരു കാരണമാണ്, ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. ചിന്തയിൽ ഉദിച്ചുയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ പല കാര്യങ്ങളും ചോദ്യചിഹ്നങ്ങളായി മുന്നിൽ അവശേഷിക്കുമ്പോൾ ബോധമുള്ള മനുഷ്യൻ സ്വാഭാവികമായും അസ്വസ്ഥനാകും. ഈ അസ്വാസ്ഥ്യത്തിനുള്ള പരിഹാരമാണ് വെളിച്ചമായ ഖുർആൻ. ഈ ഭൂമുഖത്തേക്ക്, മാനവ മക്കളിലേക്ക് അള്ളാഹു ഇറക്കിത്തന്ന വെളിച്ചം വിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ സമീപിക്കേണ്ട വിധത്തിൽ സമീപിച്ച്, ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടാൽ മനസ്സിനകത്തുള്ള ഇരുട്ട് മാറ്റി വെളിച്ചം സ്ഥാപിക്കാനും അതുവഴി സമാധാനം സ്ഥാപിക്കാനും സാധിക്കും എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാരണം, നമ്മെ അസ്വസ്ഥരാക്കുന്ന, നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മിൽ സദാ ഭീതി ജനിപ്പിക്കുന്ന ടെൻഷന്റെ കാരണങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു കാരണം, അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതെന്താണ്? മരണചിന്തയും മരണത്തെക്കുറിച്ചുള്ള ഭയവും. മനുഷ്യ മക്കളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് മരണം. ആ മരണമെന്ന് പറയുന്ന ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും വല്ലാത്ത അസ്വാസ്ഥ്യമുണ്ടാക്കുന്നു നമ്മുടെ മനോനുകരങ്ങളിൽ. മരണത്തെക്കുറിച്ചുള്ള ചിന്തയും മരണത്തെക്കുറിച്ചുള്ള ഭയവും മാനവ മക്കളുടെ ഏറ്റവും വലിയ ഒരു ടെൻഷനാണ്, ടെൻഷന്റെ കാരണമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കാനും ഓർമ്മിക്കാനും നിർദ്ദേശിക്കുകയും അതൊരു സുന്നത്തായ കർമ്മമായി, ഒരു പുണ്യകാര്യമായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ സദാ മരണത്തെ ഓർക്കണം. മരണത്തെ വിസ്മരിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ധാരാളം മരണചിന്ത നിങ്ങളിൽ വേണം. ഇതൊരു സുന്നത്തായിട്ടാണ് ദീന് പഠിപ്പിക്കുന്നത്. പക്ഷേ സാധാരണക്കാരായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സുന്നത്തെടുക്കാൻ കുറച്ച് പ്രയാസാണ്. വല്ലപ്പോഴും മരണചിന്ത നമ്മിലേക്ക് കടന്നു വന്നാൽ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരണചിന്ത മനസ്സിലേക്ക് കടന്നു വരും. മരിച്ചുപോയവരെ കുറിച്ച് യാദൃശ്ചികമായി നാം ഓർത്തുപോകും. അല്ലെങ്കിൽ പള്ളി പരിസരത്ത് വരുമ്പോ, പള്ളിപ്പറമ്പിലെ ഖബറുകൾ കാണുമ്പോൾ സ്വാഭാവികമായും തന്റെ മരണത്തെക്കുറിച്ച് ഒരാൾ ഓർത്തുപോകും. അല്ലെങ്കിൽ ആശുപത്രിയിൽ രോഗികളെ കാണാൻ ചെല്ലുമ്പോ, മാരകമായ രോഗം ബാധിച്ച് കിടപ്പിലായ രോഗികളെ കാണുമ്പോ അവരുടെ മരണവും അതുപോലെ തന്റെ മരണവും മനസ്സിലൊന്ന് കാണും. ഇങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കയറി വരുമ്പോ നമ്മുടെ മനസ്സ് എത്രയും പെട്ടെന്ന് ആ ചിന്തയെ റിജക്റ്റ് ചെയ്യും, അതിനെ ഛർദിച്ച് കളയും. എന്തിനാ കാട് കയറി ചിന്തിക്കുന്നത്? വേറെത്ര കാര്യം ചിന്തിക്കാണ്ട് ഓട്ടത്.
പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും. ആ ചിന്തയിൽ മുഴുകാനോ മരണചിന്തയിലൂടെ മുന്നോട്ട് പോകാനോ നമ്മുടെ പ്രകൃതി നമ്മെ അനുവദിക്കില്ല. വീട്ടിൽ വെച്ചൊരു മരണചിന്ത ഒരു ചർച്ചയാക്കി നോക്ക്. കെട്ടിയോള് പറയും ഒന്ന് മിണ്ടാണ്ടിരുന്നൂടെ, വേറെ എത്ര കാര്യം പറയാണ്ട്. കൂട്ടുകാർക്കിടയിൽ ചർച്ചക്കെടുത്ത് നോക്ക്, പറയല്ലേ, നിർത്ത്. ഇത് കേൾക്കാൻ നമ്മുടെ പ്രകൃതി ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മനസ്സ് എത്രയും പെട്ടെന്ന് മരണചിന്തയെ റിജക്റ്റ് ചെയ്യുകയാണ്, അത് മാറ്റുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, എന്തുകൊണ്ട് നാം ആലോചിക്കണം. മരണത്തെ നമുക്ക് പേടിയാണ്. ഏറ്റവും വലിയ ശക്തനാണെങ്കിലും ഏറ്റവും വലിയ മാനസിക കരുത്തുള്ള ആളാണെങ്കിലും മരണം എന്ന് കേൾക്കുമ്പോ ഒന്ന് കിടിലം കൊള്ളും, ഒന്ന് നെടുവീർപ്പിടും. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ തളർച്ച വരും. മനുഷ്യരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മരണം എന്നും അവശേഷിക്കുന്നു. കാരണം മരണത്തെ തോൽപ്പിക്കാൻ മനുഷ്യനാവില്ല. എന്തിനേയും അതിജയിക്കാനും എന്തിനേയും തോൽപ്പിക്കാനും ആധുനിക മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിലും മരണത്തെ തോൽപ്പിക്കാൻ മനുഷ്യനായിട്ടില്ല. മരണത്തെ തോൽപ്പിക്കാൻ എന്ത് മാർഗമുണ്ട് എന്നതിന് പല ഗവേഷണങ്ങളും ലോകത്ത് നടന്നു. ഇന്നോളം മരണത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ലോകാവസാനം വരെ മരണത്തെ തോൽപ്പിക്കാനാവില്ല. അതിനാകുള്ള മരുന്ന്, മരിക്കാതിരിക്കാനുള്ള ഏക മരുന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ മരുന്ന്, അല്ലാത്ത ഒരു മരുന്നുമില്ലതിന്. ആ മരുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്, അതുണ്ട്. ഓട്ടംതുള്ളലിന്റെ ശ്ലോകങ്ങൾ പാടിക്കൊണ്ടിരിക്കെ ശിഷ്യഗണങ്ങൾക്ക് തളർച്ചയും ഉറക്കും വന്നപ്പോ അവരിൽ ഒരു റീഫ്രഷ് ഉണ്ടാക്കാൻ, ഉണർവുണ്ടാക്കാൻ കുഞ്ചൻ നമ്പ്യാർ ശ്ലോകങ്ങൾക്കിടയിൽ ഒന്ന് ആഡ് ചെയ്തു: മരിക്കാതിരിക്കാൻ മരുന്നറിയണോ മാലോകരെ, മരിക്കാതിരിക്കാൻ മരുന്നറിയണോ മാലോകരെ. എല്ലാവരും ഉണർന്നു, ചെവി കൂർപ്പിച്ച് കണ്ണ് തുറന്നു വെച്ച് അവര് ശ്രദ്ധയോടുകൂടെ കേൾക്കാൻ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. അപ്പോ അതിനുള്ള മരുന്ന് പറഞ്ഞു: മരിക്കാതിരിക്കാൻ ജനിക്കാതിരിക്കണം. ഈ ഒരു മരുന്നുണ്ട്. ഇതല്ലാത്ത ഒരു മരുന്നും മരണത്തിനെ തോൽപ്പിക്കാനില്ല. ഇതിൽ നിന്ന് ഓടി ഒളിക്കാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയല്ല, അള്ളാഹു ഖുർആനിൽ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്തുൽ ജുമുഅ, ആ ജുമുഅയിലൂടെ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്: ഖുൽ ഇന്നൽ മൗതല്ലദീ തുഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഖുൽ നബിയെ പ്രഖ്യാപിക്കുക, പറയുക: ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന, ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, ആ മരണം ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്തിനാ ഈ മരണത്തിൽ നിന്ന് ഓടാൻ ശ്രമിക്കുന്നത്? മരണചിന്തയിൽ നിന്ന് പോലും നമ്മൾ ഓടാൻ ശ്രമിക്കുക എന്നല്ല പറഞ്ഞത്. മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരുന്നാലേ മനസ്സ് തളരുന്നു മാത്രമല്ല, ശരീരം ഉരുകും ചെയ്യും. സത്യാണത്. അള്ളാഹു നമ്മിൽ മറവി ഇട്ട് തന്നത് കൊണ്ടാണല്ലോ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. ഈ ഫാറ്റും മാംസളമായ ശരീരം ഒന്നും ഉണ്ടാവില്ല മരണചിന്തയിൽ മുഴുകിയാൽ. ഇമാം ഗസാലി റഹിമഹുല്ല ഒരു കഥ പറയുന്നുണ്ട് ഇഹിയയിൽ. ഒരാൾ സന്താന ഭാഗ്യമില്ലാതെ വർഷങ്ങൾ കാത്തിരുന്ന് അവസാനം നിരാശ പൂണ്ട സമയത്ത് ആ വ്യക്തി കേൾക്കുകയാണ് ഒരു സമർത്ഥനായ വൈദ്യനെ കുറിച്ച്. ആ വൈദ്യന്റെ അടുത്ത് ഒറ്റമൂലിയുണ്ട്, പച്ചമരുന്നുണ്ട്, ഒരുപാട് രോഗങ്ങൾക്ക് ശമനത്തിനുള്ള മരുന്നുണ്ട്. അങ്ങനത്തെ വൈദ്യനാണെന്ന് ഇയാൾ കേൾക്കുകയാണ്. അപ്പൊ തന്റെ ഭാര്യയെ ഒന്ന് ചികിത്സിച്ച്
അവളൊന്ന് ഗർഭിണിയായി കണ്ടെങ്കിൽ എന്ന് കൊതിച്ചിട്ട് ഭാര്യയെയും കൂട്ടി അക്കാലത്തെ പ്രസിദ്ധനായ വൈദ്യന്റെ മുന്നിൽ ചെന്നു. വൈദ്യൻ ഈ സ്ത്രീയെ കണ്ടപ്പോഴേക്ക് കുഴപ്പം കണ്ടെത്തി. ഗർഭാശയത്തിലേക്കുള്ള വഴിയോരങ്ങൾ ഫാറ്റ് വന്ന് കൊഴുപ്പ് വന്ന് അടഞ്ഞതാണ് ഗർഭധാരണത്തിനുള്ള തടസ്സമെന്ന് വൈദ്യൻ തിരിച്ചറിഞ്ഞു. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല, ഇതിന് വല്ലതും മരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ബുദ്ധിമാനായ സമർത്ഥനായ വൈദ്യൻ പറഞ്ഞു, ഇവൾക്ക് മരുന്നോ? ഇവൾക്ക് കുഞ്ഞുണ്ടാകാനുള്ള മരുന്നോ? ഇവളിനി പ്രസവിക്കുകയോ? ഇവൾ പ്രസവിക്കണ്ട, ഇവൾക്ക് കുഞ്ഞു വേണ്ട. മാത്രല്ല 40 ദിവസമാണ് ഇവൾക്ക് ഇനി ആയുസ് ബാക്കിയുള്ളത്. ഞാൻ പഠിച്ച വൈദ്യശാസ്ത്ര പ്രകാരം ഇവളുടെ ശരീരത്തിൽ കൊഴുപ്പ് വന്നടിഞ്ഞതിനാൽ പെട്ടെന്നുള്ള മരണം സംഭവിക്കും. മാക്സിമം 40 ദിവസമേ ഇവൾ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുള്ളൂ. ഇത് കേട്ടപ്പോ തന്നെ അവൾ ഉരുകാൻ തുടങ്ങി. ഭർത്താവിന്റെ കൂടെ വീട്ടിൽ വന്ന അവള്, ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വീട്ടിൽ വന്ന് ആഭരണങ്ങളൊക്കെ അഴിച്ചിട്ട് ദാനം ചെയ്തു. കുടുംബത്തോട് വസിയത്ത് പറഞ്ഞു. അങ്ങനെ ആ 40ാമത്തെ ദിവസം കാത്തിരുന്നു. അത്യാവശ്യം കുറച്ച് വെള്ളോ എന്തെങ്കിലുമൊക്കെ ആ 40 ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടത് മാത്രം കഴിച്ചു. 40 ദിവസം കഴിഞ്ഞു. 41ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. അവൾ മരിച്ചില്ല. ഭർത്താവ് ഓടിക്കിതച്ച് വൈദ്യന്റെ മുന്നിൽ വന്നു. നിങ്ങൾ എന്നെ കൊതിപ്പിച്ചു, 40 ദിവസം കൊണ്ട് ഈ സാധനം പോകുന്നു, വേറൊന്ന് കെട്ടായിരുന്നല്ലോ, ഇതിപ്പോ 41ാമത്തെ ദിവസമായിരിക്കുകയാണ്, ഇവള് പോയിട്ടില്ലല്ലോ. വൈദ്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാരണത്താൽ പോകൂല, അത് എനിക്കും അറിയാം. അവളിൽ ഞാൻ ഗർഭധാരണത്തിന് തടസ്സമായി കണ്ട കുഴപ്പം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇനി നിങ്ങൾ അവൾക്കൊന്നിച്ച് ജീവിക്കുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും, അവൾ ഗർഭിണിയാകും എന്ന് വൈദ്യൻ പറഞ്ഞു കൊടുക്കുകയും പറയപ്പെട്ടതുപോലെ അവൾ ഗർഭിണിയാകുകയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത കഥ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ മരണചിന്ത, നമുക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും മാരകമായ സൂക്കേട് വന്നാല് സത്യത്തിൽ നമ്മൾ ആ സൂക്കേട് കൊണ്ടല്ല ക്ഷീണിക്കുക, പടച്ചോനെ ഇത് ഞാൻ തട്ടിപ്പോകാൻ കാരണമാകുമോ ഓർത്തിട്ടായിരിക്കും കൂടുതൽ. പകുതി മരണവും പകുതി ക്ഷീണവും ആ ചിന്ത കൊണ്ടാണ് വരിക, ടെൻഷൻ കൊണ്ടാണ് വരിക. അതുകൊണ്ട് തന്നെ മരണത്തിൽ നിന്ന് ഓടാൻ ശ്രമിക്കും മനുഷ്യൻ. ഖുൽ നബിയെ അങ്ങ് പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. തീർച്ചയായും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്ന തമ്പുരാനിലേക്ക് നിങ്ങളെ ആ മരണം പിടിച്ച് കൊണ്ടുപോയി ഇട്ടുകൊടുക്കും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, രഹസ്യവും പരസ്യവും അറിയുന്ന തമ്പുരാനിലേക്ക് മരണം നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി ഇട്ടുകൊടുക്കും ആ നാഥന്റെ മുന്നിൽ. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ കർമ്മങ്ങളുടെ തിക്തഫലം നിങ്ങൾ അനുഭവിപ്പിക്കും, അത് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നവരോട് പറ. നബിയെ, അവർ ഓടിയിട്ട് കാര്യമില്ല എന്നവരോട് പറ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടത് പാഴ്വേലയാണെന്ന് പറയൂ നബിയെ. നമ്മളൊക്കെ ഇപ്പൊ ശ്രമിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. 70 വയസ്സായ തണ്ട ആഴ്ചയിൽ ഒരിക്കൽ ലാബിൽ പോയിട്ട് ബ്ലഡ് ചെക്കപ്പ് നടത്തുകയാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്. എന്തിന്? കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടോ, പഞ്ചസാരയുടെ അളവ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അതിനനുസരിച്ച് മെഡിസിൻ കൂട്ടാനും കുറക്കാനും. എത്ര 70 കഴിഞ്ഞിട്ടുണ്ട് തന്തക്ക്. എന്നാ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ദൂരം അസ്വസ്ഥതയൊന്നുമില്ല, എന്നാലും ഒന്ന് ചെക്കപ്പ് ചെയ്യാ, കുറച്ചും കൂടി ഒന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇനി ഡോക്ടർമാരൊക്കെ പറഞ്ഞു, മെഡിക്കൽ ബോർഡ് പറഞ്ഞു, മരുന്ന് ഫലിക്കണില്ല, ബോഡി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല മെഡിസിനെ എന്ന് പറഞ്ഞാലും പറയും, എന്നാ ICUവിനകത്തേക്കൊന്ന് കയറ്റിയേക്ക്, അല്ലെങ്കിൽ വെന്റിലേഷനിലൊന്ന് കിടക്കട്ടെ. എന്തിനാ ഇത്? ഒരു 4 ശ്വാസവും കൂടെ കൂടുതൽ വിടാന്. നടക്കൂല. കണക്കാക്കിയ ശ്വാസം തന്നെ വിടാൻ പറ്റുള്ളൂ. അത് ICU കിടന്നാലും വിടും, വീട്ടിലേക്കാണ് പോന്നാലും വിടും. വീട്ടിൽ വന്ന് 4 ശ്വാസം വിട്ടതിന് ബില്ല് വരൂല, ICUയിൽ കിടന്ന് വിട്ടതിന് ബില്ല് വരും. ഈ ഒരു മാറ്റേ ഉണ്ടാവുള്ളൂ. മാത്രല്ല ഇതിന് വേറെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഇതിനകത്ത്.
ആ കണക്കാക്കപ്പെട്ട സമയത്ത് റൂഹ് പോയാല് മൂക്കില് പഞ്ഞിയും കെറ്റി വെച്ച് വിരലുകളൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടി ഇങ്ങോട്ട് തരും. ഒരു 75,000 ബില്ല് എന്നിട്ട് ഇങ്ങോട്ട് തരും. ഞാൻ പറയുന്നത് ICUവിൽ ആരും കിടക്കരുത്, വെന്റിലേറ്ററിൽ ആരെയും മുസ്ലിങ്ങളാക്കരുത് എന്നൊന്നുമല്ല. അതൊക്കെ വേണ്ടി വരുന്ന സമയത്ത് വേണ്ടി വരും. അനിവാര്യമായ ഘട്ടങ്ങളിൽ അതൊക്കെ ചികിത്സയുടെ മാർഗം തന്നെ, ഭാഗം തന്നെ. അതിനെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ അല്ല ചെയ്യുന്നത്. മനുഷ്യന്റെ മരണഭീതിയെ ഇന്നത്തെ കച്ചവടക്കണ്ണുള്ള ആശുപത്രിക്കാർ ചൂഷണം ചെയ്യുന്നു, മാക്സിമം ചൂഷണം ചെയ്യുന്നു എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. ഒരു 80 വയസ്സ് 85 വയസ്സൊക്കെ ആയ പോകാൻ ടൈമായില്ലേ? പിന്നെ ഇതിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുവോ? ഒരിക്കലും നടക്കും. എന്നാലും കുറച്ചുകൂടെ ഒന്ന് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു കൊതി മനുഷ്യന്റെ ഉള്ളിൽ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. വിശുദ്ധ ഖുർആൻ. ഇപ്പൊ ഞാൻ സേഫ്റ്റിയാണ്, ഇപ്പൊ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ കഴിഞ്ഞിട്ട് റിലീസായതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു തോന്നൽ, ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് മരണം വരിക. ആൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, കീമോതെറാപ്പി കൊടുത്തു, റേഡിയേഷൻ കൊടുത്തു. അങ്ങനെ പൂർണ്ണമായിട്ട് ക്യാൻസർ അണുബാധയിൽ നിന്ന് ആള് റിലീസായി ചെക്കപ്പ് നടത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ റാഹത്തായി ഇരുന്നപ്പോഴാണ് ആദ്യം കാലിൽ ആ സാധനം ഉണ്ടായി നേരെ ലെൻസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞപ്പോ അങ്ങനെ തന്നെ ഓടാൻ നോക്കിയിട്ട് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ സുശക്തമായ സുഭദ്രമായ കോട്ടകളുടെ അകത്തളങ്ങളിൽ അഭയം പ്രാപിച്ചാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടും, മരണം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഒരു കഥയുണ്ട് ഇങ്ങനെ. എന്താ കഥ? ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്രക്കാരനാണ്. ഈ യാത്രക്കിടയിൽ ആയുധങ്ങളേന്തിയ കൊള്ളക്കാരെ ഇദ്ദേഹം കാണുകയാണ്. യാത്രക്കാരെ വധിച്ചു കളഞ്ഞ് ക്രൂരമായി കൊന്നുകളഞ്ഞ് ധനം അപഹരിക്കുന്ന ക്രൂരന്മാരായ കൊള്ളസംഘം. ഈ കൊള്ളസംഘത്തിന്റെ മുന്നിൽപ്പെട്ട ഇദ്ദേഹം ജീവനും കൊണ്ട് ഓടി. സ്വത്ത് മാത്രമല്ല, ജീവനും പോവും. ജീവനും കൊണ്ട് ഓടി 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 അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിശീഘ്രം ഓടി അയാൾ ചെന്നെത്തിയത് ഒരു നദിക്കരയില. വേണ്ടത്ര നീന്താൻ അറിയില്ല, തോണിയില്ല, വെള്ളമുണ്ട്. പണ്ട് ചെറുപ്പത്തിലൊന്ന് അല്പം നീന്തിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാ? കൊള്ളക്കാരിൽ നിന്ന് രക്ഷ തേടി ഓടിയ ആൾ എത്തിയത് നദിക്കരയിലാണ്. ഏതായാലും ആ പേടിയോടുകൂടെ നദിയിലേക്ക് എടുത്തു ചാടി. കുറേശ്ശൊക്കെ നീന്താൻ അറിയാലോ, ബാക്കി പേടിയുടെ ഒരു ഉത്തേജനം ഉണ്ടല്ലോ. അങ്ങോട്ട് നീന്തി അക്കരെ എത്തി നോക്കുമ്പോ ഘോരവനം, കൊടും കാട്ടിലാണ്. തനിക്ക് പരിചയമില്ലാത്തൊരു കാട്ടിലാണ് എത്തിപ്പെട്ടത്. നോക്കുമ്പോ തൊട്ടടുത്ത് തന്നെ ഒരു സിംഹം നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ജീവനെ പേടിച്ചിട്ട് അദ്ദേഹം തൊട്ടടുത്തുള്ളൊരു മരത്തില് ആവുന്ന വിധത്തിലാണ് മരത്തിന്റെ മുകളിലേക്ക് കയറി. കുറെ കഴിഞ്ഞപ്പോ സിംഹം പോയി. അദ്ദേഹം മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, എന്തൊക്കെ ഭീഷണികളിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. കൊള്ള സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, നദിയിൽ നിന്ന് ഞാൻ നീന്തി കയറി, ഇപ്പോൾ ഇതാ കാട്ടിലെ സിംഹത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി സ്വസ്ഥായിട്ടൊന്ന് വിശ്രമിക്കാം എന്ന് കരുതി അയാൾ കയറി നിന്ന് ആ മരത്തിന്റെ താഴ്ഭാഗത്ത്, മരത്തിന്റെ മടിത്തട്ടിലിൽ, തണലിൽ അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് ചാരിയിരുന്നു. ആ വിശ്രമത്തിനിടെ ആ മരം വീണ് അയാൾ മരിച്ചു. അദ്ദേഹത്തിന് രക്ഷയായ സാധനം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാരണമാവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമേരിക്കയിൽ പോയി ചികിത്സിച്ചാലും ബ്രിട്ടനിൽ പോയി ചികിത്സിച്ചാലും എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയാലും പടച്ച തമ്പുരാൻ തീരുമാനിച്ച ആ സമയത്തിൽ നിന്നൊരു സെക്കൻഡ് മുന്തിക്കുകയുമില്ല, പിന്തിക്കുകയുമില്ല. രണ്ടും നടക്കൂല. അള്ളാഹു തീരുമാനിച്ച പ്ലേസിൽ നിന്നൊരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകയുമില്ല. വലിയ അപകടങ്ങളൊക്കെ അല്ലേ, സമയമെത്തിയില്ലെങ്കിൽ തീവണ്ടി മുട്ടിയാലും മരിക്കൂല എന്നൊരു ചൊല്ലുണ്ട്. സമയമായാലും മരിക്കുള്ളൂ. ചില വാഹന അപകടങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ടല്ലോ. ആ വാഹനത്തിന്റെ അവസ്ഥ കിടപ്പ് കണ്ടാല് ഒരൊറ്റ എണ്ണത്തിന്റെ എല്ലും മുള്ളും ബാക്കി ഉണ്ടാവില്ല. പക്ഷേ അത്ഭുതകരമായി ആള് രക്ഷപ്പെട്ടു.
ചിലപ്പോൾ അതൊന്നും വേണ്ടി വരില്ല, നടക്കുന്നതിനിടയിൽ ഒരു വള്ളി തടഞ്ഞ് വീണാ മതിയാകും, ആ മനുഷ്യന്റെ മരണത്തിന്റെ ഒരു കാരണമാകും. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇസ്ലാമിക ജിഹാദിന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിക സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ധീരനായ വില്ലാളി വീരൻ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. സൗദിയിലൊക്കെ ആ മഹാനായ ധീര സ്വഹാബിയുടെ പേരില് ഒരു റോഡുണ്ട്, ഖാലിദ് ഇബ്നുൽ വലീദ്, ഷാരി ഖാലിദ് ഇബ്നുൽ വലീദ്. വലിയ ധീരനായിരുന്നു, ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ സ്വഹാബി. അദ്ദേഹം അവസാനം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് മഹാൻ പറയുന്നത്? ലഖദ് ശഹിദ്തു കദാ വകദാ മൗഖിഫാ. ഞാൻ എത്രയെത്ര സമരഭൂമികളിൽ സാക്ഷിയായ ആളാണ്, എത്രയെത്ര യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. വമാ മിൻ ഉളുവിൻ മാ മിൻ ഉളുവിൻ മിൻ അളാഇ ഇല്ലാ വഫീഹി ജുർഹുൻ. എന്റെ ശരീരത്തിലെ ഏതൊരു അവയവത്തിലേക്ക് നോക്കിയാലും ആ അവയവത്തിലൊക്കെ മുറിവിന്റെ കലകൾ കാണാം, യുദ്ധങ്ങളിലേറ്റ പരിക്കിന്റെ മുദ്രകൾ കാണാം, അമ്പേറ്റ അടയാളം, വാളിന്റെ വെട്ടേറ്റ മുറിവിന്റെ പാടുകൾ, കുന്തത്തിന്റെ കുത്തേറ്റ അടയാളങ്ങൾ, കലകൾ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും കാണാം. എന്നിട്ടിപ്പോൾ ആ യുദ്ധമുഖങ്ങളിലൊന്നും മരിക്കാത്ത ഞാൻ, അവിടെ വെച്ചൊന്നും എന്റെ ആയുസ് തീരാത്ത കാരണത്താൽ ഞാനിപ്പോൾ ഇതാ എന്റെ വിരിപ്പിൽ കിടന്നാണ് മരിക്കാൻ പോകുന്നത്. അള്ളാഹു അവിടെ വെച്ചാണ് അത് തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിധിക്കപ്പെട്ട സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും. ആ മരണമെന്ന പ്രതിഭാസം ഉറപ്പായിട്ടും ഓരോ വ്യക്തിയിലേക്കും കടന്നു വരുന്ന സംഭവമാണ്. അതിനെ പേടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ മരണ പേടിയിൽ നിന്ന് നമുക്കൊന്ന് റിലീസ് ആകണം. ടെൻഷന്റെ ഒരു കാരണം മരണാന്ന് പറഞ്ഞല്ലോ, മരണത്തെ കുറിച്ചുള്ള ചിന്തയും പേടിയാണെന്ന്. എങ്ങനെ മരണചിന്തയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? നഫ്സ് മുത്മഇന്നയുടെ ഉടമകൾക്ക്, മാനസികമായി നഫ്സ് മുത്മഇന്നയിൽ എത്തിപ്പെട്ട ഉന്നതരായ ആളുകൾക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്ത അവരിൽ ഒരു ഭീതിയും ഉണ്ടാക്കുകയില്ല. മരണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രല്ല, മരണം മുന്നിൽ എത്തി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഇതാ മുന്നിൽ ഉടനെ തന്നെ ഞാൻ മരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞാലും അവർ ബേജാറാവുകയില്ല, അവർ പതറുകയില്ല, അവർ വിറക്കുകയില്ല, അവർ അസ്വസ്ഥരാവുകയില്ല. എങ്ങനെ ഇതിന് സാധിക്കുന്നത്? എങ്ങനെ ഇതിന് സാധിക്കുന്നത്? മരണഭയത്തിൽ നിന്ന് രക്ഷ എങ്ങനെ കിട്ടും? മരണത്തെക്കുറിച്ചുള്ള ചിന്ത അസ്വസ്ഥമാകുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? പണ്ടൊരാള് പറഞ്ഞതുപോലെ, ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും. ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും. എന്നാ പിന്നെ ചിരിച്ചണ് മരിച്ചൂടെ? ഫിലോസഫി പറയാൻ എളുപ്പമാണ്, ചിരി വരണ്ടേ? ഇങ്ങനെ തത്വം പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ചിരി വന്നു കിട്ടണ്ടേ? എങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മരണം മുന്നിലെത്തുമ്പോഴും ആർക്കാണ് ചിരിക്കാനാവുക? ആർക്കാണ് സമാധാനത്തോടെ മരണത്തെ വരവേൽക്കാനാവുക? ആർക്കാണ് അചഞ്ചലമായ മനസ്സോടെ പുഞ്ചിരി തൂകിക്കൊണ്ട് മരണത്തെ സ്വാഗതം ചെയ്യാൻ സാധിക്കുക? നമ്മളത് അറിയണം, അറിഞ്ഞിട്ട് അങ്ങോട്ട് എത്തണം. എത്താതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അത് ഉറപ്പായിട്ടും വരും. എന്റെ മുന്നിലും നിങ്ങളെ മുന്നിലും എല്ലാവരുടെ മുന്നിലും വരും മരണം. അതിന്റെ ഭീകരമുഖം കാണിച്ചു കൊണ്ടുവരും. ആ സമയത്ത് ബേജാറാകാതെ അതിനെ വരവേൽക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെ കഴിയാ? എങ്ങനെ അതിന് സാധിക്കുക? മരണം എന്താണെന്നറിയണം. മരണത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. മരണാനന്തരം എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊരു സത്യവിശ്വാസി ഉൾക്കൊണ്ടിരിക്കണം. മരണം എന്ത് എന്ന് തിരിച്ചറിയണം. ഒന്ന്. രണ്ടാമത്, മരണാനന്തരം എനിക്ക് ലഭിക്കാനുള്ളത് എന്താണ് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഈ രണ്ടറിവുകൾ ആർക്ക് കിട്ടിയോ? മരണം എന്താണെന്ന് വസ്തുനിഷ്ഠമായി ഉൾക്കൊണ്ട ഒരു മുഅ്മിൻ,
മരണാനന്തരം എനിക്കെന്താണുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മുഅ്മിൻ ഈ ലോകത്തൊരു സെക്കൻഡ് ജീവിക്കാൻ പിന്നെ ആഗ്രഹിക്കില്ല. ഈ ലോകത്തൊരു നിമിഷം നിലകൊള്ളാൻ ആ മുഅ്മിൻ ആഗ്രഹിക്കില്ല. ഉടനെ തന്നെ ഏത് സമയത്തും എത്രയും പെട്ടെന്ന് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മരണത്തിന് ഒരുങ്ങിക്കൊണ്ട് കാത്തിരിക്കും മുഅ്മിനീങ്ങൾ. മരണത്തെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? രണ്ടു കാരണമാണ് മരണപേടിയുടെ പിന്നിലുള്ളത്. രണ്ട് കാരണം. ഒരു കാരണം എന്താ? മരണത്തിന്റെ വേദന വഅളുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. മരണമെന്ന സബ്ജക്റ്റുള്ള പുസ്തകം വായിച്ചപ്പോൾ മരണവേദനയും വെപ്രാളത്തെയും കുറിച്ച് ആ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ശിരസ് മുതൽ പാദം വരെ വ്യാപിക്കുന്ന, ശരീരത്തെ അടങ്കലും മൂടിക്കളയുന്ന അതികഠിനമായ വേദനയാണ് മരണത്തിനുള്ളത് എന്ന് നാം കേട്ടിട്ടുണ്ട്. അനുഭവിച്ചിട്ടില്ലെങ്കിലും, അനുഭവിച്ചവരിൽ നിന്ന് നേരിട്ടറിഞ്ഞിട്ടില്ലെങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് നാം വായിച്ചിട്ടുണ്ട്. ഇത് ആലോചിക്കുമ്പോ പേടി. പടച്ചോനെ, വേദന ഉണ്ടാവുമല്ലോ, മരിക്കുമ്പോ വേദന ഉണ്ടാവുമല്ലോ. മരണവേദനയെ കുറിച്ചുള്ള പേടി, ഇതാണ് ഒന്ന്. അല്ലേ? അത് സത്യമാണ്, പ്രമാണങ്ങൾ പറഞ്ഞതുമാണ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد. സൂറത്ത് ഖാഫിന്റെ 19-ാമത്തെ ആയത്തിൽ കാണാം, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. മരണത്തിന്റെ വെപ്രാളവും മരണത്തിന്റെ ഭീകരതകളും ഒരു സത്യവും കൊണ്ടാണ്, ഒരു സത്യ മെസ്സേജും കൊണ്ടാണ് വരുന്നത്. ذَلِكَ مَا كُنْتَ مِنْهُ تَحِيدٌ. ഈ മരണം നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്ന, നീ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ആ മരണം തന്നെയാണിത്. അത് നിന്റെ മുമ്പാകെ അതിന്റെ വെപ്രാളങ്ങളോടെ, ഭീതികളോടെ, ഭീകരതയോടെ നിന്റെ മുന്നിൽ മരണം വരുന്നത് ബിൽ ഹഖ്, ഒരു സത്യവും കൊണ്ടാണ്. സക്റത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭീതി, ഭയാനകത, അതിന്റെ കാഠിന്യം, അതിന്റെ വെപ്രാളം എന്നൊക്കെയാണ് സക്കറാത്തുൽ മൗത്ത്. സക്കറത്തുൽ മൗത്ത് എന്നൊക്കെ പറഞ്ഞ അർത്ഥം അത് ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്, വരിക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ. അത് ഹഖുമായി വരുന്നു എന്ന് പറഞ്ഞാൽ പരലോക ജീവിതം എന്ന പരമസത്യത്തെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആ പരമസത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ വ്യക്തിയിലേക്കും മരണവെപ്രാളം കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നലിൽ മൗതി സക്കറാത്ത്. തീർച്ചയായിട്ടും മരണത്തിന് അതിന്റെ ഭീതിയും വെപ്രാളവും പ്രയാസമൊക്കെ ഉണ്ട്. അത് സത്യാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ വേദന ഉണ്ട് എന്നതുകൊണ്ട് ഭക്തരായ അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരായ ആളുകള് മരണത്തെ ഒരിക്കലും പേടിക്കൂല. വേദന കണ്ടിട്ട്. വേദന ഇപ്പൊ മരണത്തിനു മാത്രമല്ലല്ലോ, ജനനത്തിനും വേദന ഉണ്ടല്ലോ. ഈ ലോകത്ത് ജനനം നടക്കുമ്പോ, പ്രസവം നടക്കുമ്പോ അവിടെയുണ്ട് വേദന. മരണത്തിന്റെ പകുതി വേദനയാണ് പ്രസവത്തിന് എന്നാണ് പറയപ്പെടുന്നത്. ഈ വലിയ വേദന പേടിച്ചിട്ട് ആരും പ്രസവം വേണ്ടെന്ന് വെക്കുന്നില്ലല്ലോ. ഇവിടെ പ്രസവം നടക്കുന്നുണ്ട്, ജനങ്ങൾ ജനിച്ചു വീഴുന്നുണ്ട്, അതിന്റെ അസ്വാസ്ഥ്യങ്ങളും വേദനകളും അവഗണിക്കപ്പെടുകയാണ്. ഈ പ്രസവം കഴിഞ്ഞ ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ആ പെണ്ണ അവശതകളും ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ മറക്കുകയാണ്. ഇതുപോലെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിച്ച്, പടച്ചതമ്പുരാനെ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ട്, ആ റബ്ബിനെ സ്നേഹിച്ച് അവന്റെ ലിഖാ കാത്തു നിൽക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വേദനയുണ്ടെങ്കിലും ആ ലിഖാഇന്റെ ആനന്ദത്തിൽ, അല്ലാഹുവുമായി കണ്ടുമുട്ടുന്ന സന്തോഷത്തിന്റെ പരമാനന്ദത്തിൽ മരണത്തിന്റെ വേദന സത്യവിശ്വാസികൾ മറന്നുപോകും.
ഈ ഡെലിവറിയുടെ വേദന കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ മറക്കുന്നത് പോലെ മരണത്തിന് വേദനയുണ്ടെങ്കിലും കാഠിന്യമുണ്ടെങ്കിലും വെപ്രാളമുണ്ടെങ്കിലും സുവാർത്ത അറിയിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകളുടെ ഇടപെടലും അവരുടെ അറിയിപ്പുകളും അവരുടെ ഇടപെടലും എല്ലാം ആസ്വദിക്കുന്നതോടൊപ്പം റബ്ബിന്റെ ലിഖാഇന്റെ സായുജ്യത്തിനിടയിൽ ആ ആനന്ദത്തിനിടയിൽ മരണത്തിന്റെ വേദന അങ്ങ് മറന്നു. അള്ളാഹു അങ്ങനത്തെ മരണം നമുക്ക് തരട്ടെ. മാത്രല്ല നമ്മുടെ പ്രമാണങ്ങള് മരണത്തിന്റെ വേദനയെ കുറിച്ച് പറഞ്ഞ പ്രമാണങ്ങൾ തന്നെ മരണത്തിന് വേദനരഹിതമായ മരണം, പ്രയാസരഹിതമായ മരണം, ഇതിനെക്കുറിച്ചും നമ്മുടെ രേഖകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, ചിലര് മരിക്കണ നേരത്ത് നമുക്ക് തന്നെ കാണാൻ പറ്റും, ശ്വാസം വലിച്ച് അടങ്ങാറായി. ചിലത് വളരെ സൈലന്റ് ആയിട്ട് മരിച്ചത് അറിഞ്ഞില്ല, ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ നമ്മളെ പ്രമാണങ്ങൾ പറയുന്നുണ്ടല്ലോ. വെണ്ണയിലൂടെ നൂല് വലിക്കും ക്രമത്തിൽ ദേഹത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചെടുക്കുന്ന മരണം, മുള്ളുകെട്ടിൽ കുടുങ്ങിയ വസ്ത്രത്തെ വലിച്ചു കീറുന്നത് പോലെ ഡേഞ്ചറായ മരണം. ഇതിൽ മുത്തുമഇന്നയുടെ ഉടമകൾക്ക്, നഫ്സ് മുത്തുമഇന്നയുടെ ഉടമകൾക്കുള്ള മരണം ആദ്യത്തെ മരണമാണ് എന്ന് നമ്മുടെ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രല്ല വേദന അറിയാത്ത സാഹചര്യം അത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ലൈലയെ പ്രണയിച്ച ഖൈസ്, ലൈലയിൽ അനുരക്തനായ ലൈലാ മജ്നൂൻ ലൈലയെ അന്വേഷിച്ച് നടന്നു. ലൈലയെ കണ്ടെത്താനാകാതെ പ്രയാസപ്പെട്ട മജ്നൂൻ ലൈല മുമ്പ് താമസിച്ചിരുന്ന മതിൽക്കെട്ടുകളെ ഉമ്മ വെച്ചു, വീടിന്റെ ഭിത്തികളെ ഉമ്മ വെച്ചു. ലൈലയുടെ നാട്ടിലൂടെ നടന്നു. ലൈലയുടെ മണം പകർന്ന ആ വായു ശ്വസിച്ചുകൊണ്ട് ലൈലാ മജ്നൂൻ സായുജ്യമടയുകയാണ്. ലൈലയുടെ നാട്ടിൽ കണ്ട പട്ടിയെപ്പോലും ഉമ്മ വെച്ച ഖൈസ് അവസാനം ഒരു സുപ്രഭാതത്തിൽ തന്റെ പ്രേമഭാജനമായ ലൈലയെ അങ്ങകലെ ഖൈസ് കാണുകയാണ്. ഖൈസിന്റെയും ലൈലയുടെയും ഇടയിൽ കല്ലുകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, കുഴികളുണ്ട്, മൂർച്ചയുള്ള മുള്ളുകളുണ്ട്, വിഷജന്തുക്കളുണ്ട്, കുറ്റിക്കാടുകളുണ്ട്, പൊന്തയുണ്ട്. ഇതൊന്നും ഖൈസിന് പ്രശ്നമല്ല. താൻ ആരെ തേടിയാണോ അലഞ്ഞത്, തന്റെ മനസ്സ് നിറയെ ആരാണോ ഉള്ളത്, താൻ ആരെ ഓർത്തുകൊണ്ടാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട ലൈല, ആ ലൈലയെ അങ്ങകലെ കാണുന്ന ഖൈസ് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. ആ ഓട്ടത്തിനിടയിൽ കാലുകൾ പാറക്കെട്ടുകളിൽ കൊള്ളുന്നു, മുള്ള് കാലിലൂടെ തറച്ചു കയറുന്നു. ഇതൊന്നും ഖൈസ് അറിയുന്നില്ല. കാരണം ഖൈസിന്റെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം മാത്രം, തന്റെ പ്രയോജനമായ ലൈല, അവളുമായിട്ടുള്ള ലിഖാ, അവളുമായിട്ടുള്ള സന്ധിയാണ് ഖൈസിന്റെ ജീവിതത്തിന്റെ തന്നെ അജണ്ട. ഇതുപോലെ ഒരു മുഅ്മിനിന്റെ ലൈലയാണ് അല്ലാഹ്, ഒരു മുഅ്മിനിന്റെ എല്ലാമാണ് അല്ലാഹ്. ചില ആളുകൾ കളിയാക്കാറുണ്ട്, ഇതൊക്കെ തെറ്റാണ്, അള്ളാഹിനോട് പ്രേമല്ല ഉണ്ടാകേണ്ടത്, അള്ളാഹിനോട് പേടിയാണ് ഉണ്ടാകേണ്ടത്. അല്ല, പ്രേമവും സ്നേഹവും താല്പര്യവും ബഹുമാനവും ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തരം നല്ല വികാരങ്ങളൊക്കെയും അള്ളാഹുവിന്റെ നേരെ തന്നെ വേണ്ടത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലേ? എന്ന് മാത്രല്ല, ഒരു മനുഷ്യന്റെ ചിന്ത, ഏതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സ് സ്നേഹത്താൽ ഏതൊക്കെ ഭാഗത്തേക്ക് ആകർഷിക്കുന്നു, ഇതൊക്കെ അള്ളാഹു അക്കമിട്ട് പറയുന്നുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും എന്ന് തുടങ്ങിയിട്ട് വ അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാര്, മക്കള്, സ്നേഹിതന്മാര്, സ്നേഹിതകള്, നിങ്ങളെ ധനങ്ങള്, വീടുകള്, കച്ചവടങ്ങള്, ഇതിനോടൊക്കെയുള്ള സ്നേഹത്തിന്റെ 10 മടങ്ങ്, ഇതിനോടൊക്കെയുള്ള സ്നേഹത്തിനേക്കാൾ ശക്തമായ സ്നേഹം റബ്ബിനോടുണ്ടാകണം. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ ലൈല എന്ന് പറയുന്നത് അല്ലാഹുവാണ്. മുഅ്മിനിന്റെ ലൈലയായ അല്ലാഹ്,
ആ അല്ലാഹുവിനെ കാണാനാകാതെ, അവനെ ഒന്ന് സ്പർശിക്കാനാകാതെ, അവന്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കാനാകാതെ പ്രയാസപ്പെട്ട ഈ സത്യവിശ്വാസി, അല്ലാഹുവാകുന്ന ലൈലയെ കിട്ടാതെ മനസ്സ് വിഷമിച്ച ഈ മുഅ്മിന് റബ്ബിന്റെ ഭവനമായ കഅബ കാണാൻ കൊതിക്കുകയാണ്. ആ കഅബാലയത്തിന്റെ തുരുമുറ്റത്ത് ചെന്നെത്താൻ അവസരം കിട്ടുമ്പോ ഉടമസ്ഥനായ ലൈലയുടെ ഭവനത്തിന്റെ മുറ്റത്തുകൂടെ കറങ്ങുകയാണ് ഈ മുഅ്മിന്. അല്ലാഹുവിന്റെ ഭവനമായ കഅബയുടെ പല കേന്ദ്രങ്ങളിലും ഉമ്മ വെക്കുകയാണ്. ലൈലയെ കിട്ടുന്നില്ല, അതുകൊണ്ട് ലൈലയുടെ ഭവനം ഒന്ന് ഉമ്മ വെക്കാം, റുക്നി യമാനി ഒന്ന് ഉമ്മ വെക്കാം, ഹജറുൽ അസ്വദ് ഒന്ന് ഉമ്മ വെക്കാം, ആ കില്ലകളിൽ ഒന്ന് പിടിച്ച് ഉമ്മ വെക്കാം. എന്താ ഇതിന് പ്രേരിപ്പിച്ചത്? അതിന്റെ ഉടമസ്ഥനോടുള്ള ഹുബ്ബാണ്. ഈ മരണസമയത്ത് ലൈലയായ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോവാണ്, ലൈലയായ അള്ളാഹുവിനെ കാണാൻ പോവാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ താൻ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത്, താൻ ആർക്ക് വേണ്ടിയാണോ മരിച്ചത്, താൻ ആർക്ക് വേണ്ടിയാണോ കച്ചവടം ചെയ്തത്, താൻ ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തത്, ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തത്, ആ എന്റെ തമ്പുരാൻ, ഞാൻ പ്രതീക്ഷിച്ച എന്റെ നാഥൻ, ആ നാഥന്റെ മുന്നിലേക്കാണ് ഞാൻ ഇപ്പൊ പോകുന്നത്. ആ ലിഖാ, ആ സന്ധി, ആ സന്ധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനൊടുവിൽ മരണദൂതം വരുമ്പോ എന്ത് വേദന, എന്ത് അസ്വസ്ഥത, എന്ത് പ്രയാസം അല്ലേ? അപ്പൊ വേദന ആനന്ദമാകുന്ന ഒരു തലം. മരണത്തെ പേടി ഉണ്ടാകാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അള്ളാന്റെ ഇഷ്ടദാസന്മാരാണോ നമ്മൾ, അള്ള പൊരുത്തപ്പെട്ടവരാണോ ഞാനും നിങ്ങളും, മരണത്തെ പേടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളുടെ ക്വാളിറ്റിയായി, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ യോഗ്യതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വേഷമല്ല, കാട്ടിക്കൂട്ടലല്ല, അത്ഭുത പ്രകടനങ്ങളല്ല, കറാമത്ത് പ്രകടിപ്പിക്കലല്ല. എന്താണ് അള്ളാന്റെ ഔലിയാക്കളെ യോഗ്യത? അള്ളാന്റെ ഔലിയാക്കളുടെ അടയാളമായി, അള്ളാന്റെ ഔലിയാക്കൾക്കുണ്ടാകുന്ന മാനദണ്ഡമായി ഖുർആൻ പരിചയപ്പെടുത്തിയ എന്താണ്? യഹൂദന്മാർ അവകാശവാദം ഉന്നയിച്ചു, ജൂതന്മാര്, നഹ്നു ഔലിയാഉല്ലാ, ഞങ്ങളാണ് അള്ളാന്റെ ഔലിയാക്കള്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ, അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങൾ ഞങ്ങളാണ് എന്ന് യഹൂദന്മാർ ജൽപ്പിച്ചപ്പോൾ, അവകാശവാദം ഉന്നയിച്ചപ്പോൾ അവരോട് ചോദിക്കാൻ, അവരോട് തിരിച്ചു ചോദിക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ ആ ചോദ്യം എന്തായിരുന്നു? ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. അവരോട് ചോദിക്കുക, ജൂതന്മാരോട്, അവർ അള്ളാന്റെ ഔലിയാക്കളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ, നിങ്ങളാ അവകാശവാദം ഉന്നയിച്ച കാര്യത്തിൽ, അതേ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് നിങ്ങൾ അവകാശപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഫതമന്നവുൽ മൗത്ത്, നിങ്ങളൊന്ന് മരണത്തെ ആഗ്രഹിക്കുമെന്ന് കാണട്ടെ. മരണത്തെ പേടിയില്ലാത്തൊരു റേഞ്ചില്, മരണത്തെ സ്വാഗതം ചെയ്യുന്ന, സന്തോഷത്തോടെ വരവേൽക്കുന്ന ഒരു റേഞ്ചിൽ നിങ്ങൾ നിൽക്ക്, ഒന്ന് കാണട്ടെ. വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം ഇല്ല, ഒരിക്കലും മരണത്തെ സ്വാഗതം ചെയ്യാനോ മരണത്തെ സന്തോഷത്തോടെ പുൽകാനോ സ്വീകരിക്കാനോ അവർക്കാവൂല. എന്താ കാരണം? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കയ്യിലിരിപ്പ്. ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ വയലൊക്കെ കേട്ടു, ഒന്ന് ആഗ്രഹിച്ചു നോക്കി, എന്താ മരണം പേടിയാവും. കാരണം എന്താ? കയ്യിലിരിപ്പ് മോശമാണ് സ്വന്തം അറിയാം. കയ്യിലിരിപ്പ് മഹാമോശാന്ന് സ്വന്തം അറിഞ്ഞോൽക്കൊന്നും ഇതിന് ധൈര്യം വരൂല. അതുകൊണ്ട് അള്ളാന്റെ ഔലിയാക്കളുടെ യോഗ്യത, അള്ള ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളുടെ യോഗ്യതയായി അവരോട് ചോദിക്കാൻ പറഞ്ഞത് ഫതമന്നവുൽ മൗത്ത് ഇൻ കുൻതും സാദിഖീൻ എന്നാണ്. അതുകൊണ്ട് വേദന കൊണ്ട് മരണത്തെ പേടിക്കേണ്ടതില്ല. വേദന ഉണ്ടാകുമെങ്കിലും വേദനരഹിതമായ, പ്രയാസരഹിതമായ മരണം, ആ വേദന അറിയാത്ത മരണം മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് കൊടുക്കുമെന്ന് വിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നൊരു കാരണമാണ് മരണത്തെ പേടിക്കുള്ള കാരണം. മരിച്ചു കഴിഞ്ഞാൽ ഈ ബിരിയാണി തിന്നാൻ പറ്റൂലല്ലോ,
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ AC ഇരിക്കാൻ പറ്റൂലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 2000-ന്റെ കെട്ടുകൊണ്ടൊരു കാര്യമില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യനെ കാണാൻ പറ്റൂലല്ലോ, കൊച്ചുങ്ങളെ കാണാൻ പറ്റൂലല്ലോ, ഈ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഈ ആസ്വാദനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ, ഈ പേടി അല്ലേ. രണ്ടാമതായി മരണത്തിനെ പേടിക്കുന്ന ഇതാണ്, ഈ അനുഭവമൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ പടച്ചോനെ. അത് തെറ്റാണ്. മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ എൻഡല്ല, ജീവിതത്തിന്റെ അവസാനമല്ല, മറ്റൊരു ജീവിതത്തിലേക്കുള്ള കവാടം മാത്രമാണ് മരണം. ഈ വാതിലാണ് തുറന്നാണ്ട് ഇറങ്ങിയാൽ പള്ളിപ്പറമ്പ്, ഇവിടത്തെ അവസ്ഥയല്ല പള്ളിപ്പറമ്പിൽ, അവിടെ വേറൊരവസ്ഥയാണ്. ഈ കവാടത്തിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിയാൽ ചന്തയാണ്, ഇവിടത്തെ അവസ്ഥയല്ല ചന്തയിലുള്ളത്. ഇതുപോലെ ദുനിയാവെന്ന ഈ കവാടം വിട്ട് മരണത്തിലൂടെ അങ്ങ് പുറത്തേക്ക് കടന്നാൽ അവിടെ ആഖിറത്തിന്റെ ജീവിതമാണ്. അനുഭവങ്ങളും ആസ്വാദനങ്ങളും അവസാനിക്കുകയല്ല ചെയ്യുന്നത്, അനുഭവങ്ങളും ആസ്വാദനങ്ങളും അസ്തിത്വമുള്ള മൂല്യമുള്ള അനുഭവങ്ങളും ആസ്വാദനങ്ങളുമായി തരംതിരികയാണ്. മരണത്തോടുകൂടെ അതൊക്കെ ഇല്ലാണ്ടാവുമല്ല, യഥാർത്ഥത്തിലുള്ളത് അനുഭവിക്കാൻ പോവാണ്. ഈ ദുന്യാവിലുള്ള അനുഭവങ്ങളും ആസ്വാദനങ്ങളൊക്കെ സ്വപ്നതുല്യമാണ്. ഇതിനൊന്നും അടിസ്ഥാനമില്ല, ഇതിനൊന്നും പൊരുളില്ല, ഇതിനൊന്നും നിലനിൽപ്പില്ല. നമ്മൾ എത്ര സുഖിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര ആസ്വദിച്ചിട്ടുണ്ട്, എത്ര പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്, ഇപ്പൊ അതുണ്ടോ? അതൊക്കെ കിനാവ് ആലോചിക്കുന്നത് പോലെ, സ്വപ്നം ഓർക്കുന്നത് പോലെ ഓർമ്മകളായി മാറിപ്പോയി എന്നല്ലാതെ അസ്തിത്വമില്ലല്ലോ ഈ അനുഭവങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും. എന്നാൽ മരണാനന്തരമുള്ള സുഖം, മരണാനന്തരമുള്ള ആസ്വാദനം അസ്തിത്വമുള്ളതാണ്, നിലനിൽപ്പുള്ളതാണ്. അങ്ങനെയുള്ള ഒരു യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള കവാടം മാത്രമാണ് മരണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നഫ്സ് മുത്മഇന്നയിലെത്തിയ ഒരു കുട്ടിക്കും മരണത്തെ പേടിയുണ്ടാവില്ല, ഉറപ്പാണത്. അത് ദീനുൽ ഇസ്ലാം പറഞ്ഞതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ചെന്നെത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ ആദ്യ ഭാഗം മാത്രമാണ് പറഞ്ഞത്. മരണം എന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നവും മനുഷ്യനിൽ ഏറ്റവും അധികം അസ്വാസ്ഥ്യമുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം, സാധിക്കും. അള്ളാഹു പറഞ്ഞ വിധത്തിൽ മുന്നോട്ട് പോയാൽ അള്ളാഹു തൗഫീഖ് നൽകും.